നമസ്കാരം, അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്ന കുടുംബത്തിന്റെ ബൈക്ക് മോഷണം പോയി. ആഗസ്റ്റ് 15-ാം തീയതി രാവിലെ 7-നും 8 മണിക്കും ഇടയ്ക്കാണ് അരൂർ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹവേദിയിൽ തൊഴാൻ വന്ന അരൂർ 6-ാം വാർഡിൽ തൂമ്പുങ്കൽ അഭയരാജും ഭാര്യയും സഞ്ചരിച്ച ബൈക്ക് മോഷണം പോയത്. ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്തുള്ള ക്ഷേത്രം ഗേറ്റിന് സമീപമുള്ള റോഡരികിലാണ് ബൈക്ക് സൂക്ഷിച്ചിരുന്നത്. നേവിയിൽ ഉദ്യോഗസ്ഥനായ ഭാര്യ സഹോദരനായ സുരേഷിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് KL 43-1332 ഹീറോ ഹോണ്ട ബൈക്ക്. വാഹനത്തെക്കുറിച്ച് അറിവ് കിട്ടുന്നവർ 9037522924 എന്ന നമ്പറിൽ വിളിച്ചറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അരൂർ പോലീസിൽ പരാതി സമർപ്പിച്ചിട്ടുണ്ട്. ഈയിടെ അരൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ബൈക്കുകൾ മോഷണം പോയ പരാതികളുണ്ട്. ദൈവമക്കളെ, ഈ സുവർണ അവസരം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. എറണാകുളം പട്ടണത്തിൻ്റെ ഹൃദയഭാഗമാകുന്ന ഈ കുണ്ടന്നൂരിൽ സെപ്റ്റംബർ 12 മുതൽ 15 വരെ വ്യാഴം, വെള്ളി, ശനി, ഞായർ 4 ദിവസം നടക്കാൻ പോകുന്ന ഈ സുവിശേഷ മഹായോഗത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കളെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമുക്കൊന്നിച്ച് സന്തോഷിക്കുവാൻ, ഈ അവധിക്കാലത്ത് നമുക്കൊന്നിച്ച് സന്തോഷിക്കുവാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, സ്വർഗീയ സന്ദേശം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഏവരും കടന്നു വരണമെന്നുള്ള കാര്യം നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട കൊയർ, അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരാണ് വചനം ശുശ്രൂഷിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാക്കും. ദൈവശക്തി നമ്മുടെ മേൽ പകരും. നാം നമ്മുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് നമ്മുടെ കൂട്ടുകാരെ, സ്നേഹിതന്മാരെയൊക്കെ വിളിച്ചുകൊണ്ടുവരണം. ഈ കൊച്ചി പട്ടണത്തിൽ അനേകർ മയക്കുമരുന്നിന് അടിമകളായി തീർന്നുകൊണ്ടിരിക്കുകയാണ് യൗവനക്കാർ. ആ കുഞ്ഞുങ്ങളെ നേരായ പാതയിലേക്ക് നയിക്കുവാൻ തക്കോണം ദൈവശക്തി മാതാപിതാക്കളുടെ മേൽ വ്യാപരിക്കുന്ന 4 ദിനങ്ങളാണ് ഇവിടെ. ആ 4 ദിനങ്ങളിൽ കടന്നു വന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക്, കുഞ്ഞുങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക്, നിങ്ങളുടെ നേരായ പാതയിലേക്ക് നയിക്കുവാനുള്ള ദൈവശക്തി ദിവസങ്ങളാണ് പ്രാർത്ഥിച്ചുകൊണ്ടുപോകാനിടയായിട്ട്. തിരുവോണത്തിൻ്റെ അന്നാണ് ഈ മീറ്റിംഗ് അവസാനിക്കുന്നത്. ഈ മീറ്റിങ്ങിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.